പാർലമെന്റിൽ വീണ്ടും സുരക്ഷാ വീഴ്ച. പാർലമെന്റ് പരിസരത്ത് ഒരാൾ ചാടിക്കടന്നു. റെയിൽ ഭവൻ ഭാഗത്തു നിന്നാണ് ഇയാൾ മതിൽ ചാടിയത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, എന്താണ് സംഭവിച്ചത്? ആരാണ് അയാൾ? എന്താണ് പോലീസ് പറയുന്നത്? അജീഷ്. പാർലമെന്റിലേക്ക് വീണ്ടും സുരക്ഷാ വീഴ്ച. നേരത്തെയാണ് പാർലമെന്റിനകത്ത് രണ്ടുപേർ ചാടി ഇറങ്ങുന്നതും അവിടെ ഈ പറയുന്ന എന്താണ് കളർ ബോംബ് അല്ലെങ്കിൽ സ്മോക്ക് ബോംബ് എന്ന് പറയുന്ന ആ സാധനമൊക്കെ വീശിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ഈ പറയുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെയൊക്കെ പ്രതിഷേധിക്കാനാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. അതിനെപ്പറ്റി പിന്നീട് കൂടുതൽ കേൾക്കാനില്ല. ഇപ്പോൾ പാർലമെന്റിന്റെ റെയിൽ ഭവനിൽ നിന്ന് ഇയാൾ മതിൽ ചാടി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പാർലമെന്റിൽ വലിയ സുരക്ഷാ വീഴ്ച പിന്നെയും സംഭവിക്കുന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ആരാണ് അയാൾ? എന്താണ് അതിനെപ്പറ്റി പോലീസ് പറയുന്നത്? സുരക്ഷാ വീഴ്ചയുടെ വിവരങ്ങൾ എന്താണ് അജീഷ്? ഹാഷ്മി, ഇപ്പോൾ ഒരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഒരു വിവരം, പോലീസ് പറയുന്നതനുസരിച്ചിട്ട് ഈ റെയിൽ ഭവന്റെ ഭാഗത്ത് നിന്നാണ് ആ മതിൽ ചാടിക്കടന്നാണ് ഇയാൾ ഈ പാർലമെന്റ് കോമ്പൗണ്ടിനകത്തേക്ക് കടന്നതെന്നാണ്. രാവിലെ 6:30 സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ പാർലമെന്റിന്റെ പരിസരത്തൊക്കെ സുരക്ഷ ഉണ്ടെങ്കിൽ പോലും അത് അത്ര കാര്യമായിരിക്കില്ല. കാരണം ആളുകളിലൊക്കെ വളരെ കുറവുള്ള ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഇയാൾ അകത്തേക്ക് ചാടിക്കടന്നത്. ഈ മതിൽ വഴി ഒരു മരത്തിന്റെ സഹായത്തോടെ അതിൽ പിടിച്ചു തൂങ്ങി മതിൽ ചാടി കടക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ ഉടൻ തന്നെ പോലീസ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. എന്തിനാണ് അകത്ത് കയറിയത് എന്നുള്ള കാര്യം ഇതുവരെയ്ക്കും പുറത്തു വന്നിട്ടില്ല. ഇയാളിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. സമാനമായ സംഭവം മുമ്പ് ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ അന്ന് കളർ ബോംബുകൾ അടക്കം ഉപയോഗിച്ച് ഈ പാർലമെന്റിനകത്തേക്ക് കയറിയിരുന്നു. അന്ന് ഈ ഓഡിയൻസ് ആയിട്ട് എത്തിയതായിരുന്നു. അന്ന് വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവരോട് അത് ചെയ്തത് എന്നായിരുന്നു അന്ന് പറഞ്ഞത്. സമാനമല്ലെങ്കിൽ പോലും ഇത് ഈ മതിൽ ചാടി കടന്നു, അതായത് ഒളിച്ചു കടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 6:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ഇയാളെ ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, സുരക്ഷാ സേനയിലെ അംഗങ്ങൾ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഡൽഹി CM-നെ ആക്രമിച്ച സംഭവം നടന്നിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. അതിന് പിന്നാലെ ഡൽഹി കമ്മീഷണർ അടക്കം മാറ്റിയിരുന്നു. പക്ഷേ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിനല്ല, പ്രത്യേക സേനയ്ക്ക് വേറെ ചുമതലയുണ്ട്. പക്ഷേ ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങളും ഉണ്ടായിട്ടും ഒരാൾ ഇങ്ങനെ പാർലമെന്റ് കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. എന്തായാലും പോലീസ് അത് കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇയാൾ ആരാണെന്നും എന്തിനാണ് മതിൽ ചാടി കടന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഉറപ്പായി നേരത്തെ എന്താണ് സഭയ്ക്കകത്തായിരുന്നു വിസിറ്റേഴ്സ് ലോഞ്ചിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങുകയും കളർ ബോംബ് അടക്കം പ്രയോഗിക്കുകയും അത് തൊഴിലില്ലായ്മക്കെതിരെയൊക്കെയുള്ള അവരുടെ പ്രതിഷേധമാണ് എന്നൊക്കെയാണ്. നീലമാസാദ് എന്നൊക്കെയാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.